Want to know what was my mistake that he put me through all these planfully. He had relationship with multiple women. He had lived with multiple women under false promises of marriage. He has made them pregnant. He has left them stranded. They fled due to their reputation and family issues. I'm the only person who's still, I think, fighting in this health and condition that, yeah, I want answers. ഹായ് ഗൈസ്, എന്താണ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്നാൽ അരികെ ആപ്പിലൂടെ കുറച്ചുകൂടെ അരികെ വരും. ടെൻഡറിലൂടെ ഒരു ടെൻഡർ കോക്കനട്ടും കൊണ്ടുവരും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ടാണ്. ഈ അരികെ ടിൻഡർ അങ്ങനെയുള്ള കുറച്ച് ഡേറ്റിംഗ് ആപ്പും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് സജീവമാണ്. അതിലും ആളുകൾ സജീവമാണ്. പ്രത്യേകിച്ചിട്ട് പ്രമുഖരായുള്ള ആളുകൾ, ഈ അഹാന കൃഷ്ണ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇനിയിപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്തതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ വായത്തോദ്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഇപ്പോൾ വരും എൻ്റെ വീട്ടിൽ, അല്ലേ? ഓക്കെ, ഈ അരികെ എന്ന് പറയുന്ന ഒരു ആപ്പ് ആവശ്യത്തിന് മാന്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ചോട്ടെ, അതും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ ആളുകള്, ലവറുള്ള ആളുകള്, അച്ഛനായിട്ടുള്ള ആളുകള്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പാർട്ട്ണറെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരികെ ടിൻഡർ പോലെയുള്ള ആപ്പുകൾ ഒരു സൈഡ് ബിസിനസ് ആക്കി കൊണ്ട് നടക്കുന്നവർ. അപ്പൊ ഇന്നലെ അക്ബർ ഖാന്റെ ഒരു ഇഷ്യയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. മറ്റൊരു പെൺകുട്ടി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയും വഞ്ചിക്കപ്പെട്ടിട്ടാണ് വന്നിരുന്ന് കരയുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഫസ്മിന സക്കീറിനാണ് അക്ബർ ഖാന്റെ വിഷയം സോഷ്യൽ മീഡിയക്കകത്ത് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും ഫസ്മിന സക്കീറിന്റെ വീഡിയോക്കകത്തോട്ടൊന്ന് പോവാം. പെർസ്പെക്റ്റീവിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഞാനിത് കുറച്ച് ആൾക്കാരോട് ഡിസ്കസ് ചെയ്തപ്പം എൻ്റെ അതേ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ തോട്ട് എനിക്ക് മാത്രം തോന്നുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ട് ഞാൻ ഇത് വെളിച്ചത്തിലോട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. ആൻഡ് മെയിൻലി നമുക്ക് കേരളത്തിൽ ഒഫീഷ്യലായിട്ട് അത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന 3 ഡേറ്റിംഗ് ആപ്സ് ആണ് ഉള്ളത്: ടിൻഡർ, ബംബിൾ, അരികെ. നിങ്ങൾ എവിടെ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും നിങ്ങൾ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്നത് ഡേറ്റിംഗ് ആപ്സ് എന്ന് വെച്ചാൽ, അതായത് ടിൻഡർ യൂസ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്നത് അവർ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സർക്കിൾ കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഐഡിയാസ് സംസാരിക്കാൻ വേണ്ടി, ആ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കണ്ടുപിടിക്കുക, ടു മേക്ക് മീറ്റ് പീപ്പിൾ ഇൻ എ വേ ദേ ഡെവലപ്പ് ബിസിനസ്, അല്ലെങ്കിൽ അവരുടെ സർക്കിൾ വൈഡൻ ആക്കുക. ജസ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് സംസാരം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. പറയുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ, ലൈക്ക് ഈ ടിൻഡർ ഉപയോഗിക്കുന്ന ഇവർ ഈ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി ഇത് പ്രൂവ് ചെയ്യുന്ന ആരോടാന്ന് വെച്ചാൽ, പാർട്ണർ ഉള്ള ആള്, ഫിയാൻസെ, വൈഫ്, ഹസ്ബൻഡ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് റിലേഷനിൽ നിൽക്കുന്ന ആൾക്കാർ റിയലി ലവ് ദ അതർ പേഴ്സൺ ഓൺ ദ അതർ സൈഡ്. അതുകൊണ്ട് അവർ വിശ്വസിപ്പിക്കും. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എത്ര വെള്ള പൂശിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അറിയാം നിങ്ങൾ എന്തിനാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതെന്ന്. സോ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം ഇതിനെ മനസ്സിനെ വെള്ള പൂശിക്കുന്നത്? യു നോ വൈ യു ഡൗൺലോഡഡ് ടിൻഡർ, ബംബിൾ ഓർ അരികെ. അപ്പൊ ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിയുന്ന ആൾക്കാർ പറയുന്നതാണ് നമുക്ക് ആദ്യം കേൾക്കാൻ. കാരണം ഈ പുള്ളിക്കാരന്റെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള പല ആപ്പും കോപ്പും ഒക്കെ വഴി അങ്ങനെ പോയിട്ട് ഇവരുടെ ബന്ധം തുലയേണ്ട ഒരവസ്ഥയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവർ എക്സ്പോസിംഗ് കൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഫസ്മിന ചെയ്തിട്ടുള്ളത് നല്ലൊരു കാര്യമാണ്. അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് മോശം ചാറ്റുകൾ ചെയ്തു എന്നൊന്നും നമ്മൾ ആരോടും പറയുന്നില്ല. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടാകും, നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ ഈ ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടല്ലോ. ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ആളുകളെ കണ്ടിട്ട് ബിസിനസ് ഉണ്ടാക്കാനും പിന്നെ അവരുടെ സന്തോഷങ്ങളും സുഖങ്ങളും കേൾക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. 95% ആളുകളും ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഫ്ലേട്ടിങ്ങിന് വേണ്ടിയിട്ടും വെറുതെ ഒരു കുൽസിത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഒരു സൈഡ് ബിസിനസ് പോലെ സ്വന്തം പാർട്ട്ണറെ ചീറ്റ് ചെയ്യാനും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അതല്ലാത്ത പക്ഷം ഒരു ഭാര്യയുള്ള ഒരാൾക്ക് എന്തിനാണ് ഒരു ഡേറ്റിംഗ് ആപ്പ്? ഒരു കാമുകനുള്ള ഒരാൾക്ക് എന്തിനാണ് ഡേറ്റിംഗ് ആപ്പ് വഴി ഒരുപാട് കൂട്ടുകാർ? ഇപ്പൊ നമ്മളൊരു സൊസൈറ്റിനകത്തോട്ട് ഇറങ്ങി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ആപ്പും കോപ്പും ഒന്നും ഇല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാവരും എന്തായിരിക്കും? അവരുടെ സുഹൃത്തുക്കളായിരിക്കും. നാളെ വേറെ എവിടെയെങ്കിലും പോയാലോ മറ്റെവിടെയെങ്കിലും പോയാലോ ഒക്കെ നമുക്ക് അതുവഴിയൊക്കെ ഇഷ്ടംപോലെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന് പുറമെ ഒരു ആപ്പിൽ പേരും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊരു ആപ്പ് തുടങ്ങി അതിൽ ഫോട്ടോ ഇട്ട് ഒരു പരിചയം ഇന്നേ വരെ കണ്ടിട്ട് പോലില്ലാത്ത കുറച്ച് പേരെ കണ്ടുപിടിച്ച് അവരെ പോയി ആദ്യമായി കണ്ട് അവരൊരു ഡേറ്റ് ചെയ്ത് കോഫി കുടിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ 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 ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലൂടെ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഈ ഡേറ്റിംഗ് ആപ്പും കാര്യങ്ങളും ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് ആപ്പിന്റെ വിഷയം ഉണ്ടായപ്പോൾ വരെ അതിനെക്കുറിച്ചിട്ട് വളരെയധികം ശക്തമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അക്ബർ ഖാന്റെ ഒരു പ്രൊഫൈൽ കാണുകയും മറ്റേതൊരു പെൺകുട്ടി ഫസ്മിന സക്കീർ അതിന്റെ സ്ക്രീൻഷോട്ട് അവരോട് ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ അയക്കുകയുണ്ടായി.
നമുക്ക് അക്ബർ ഖാന്റെ വിഷയത്തിലോട്ട് പോവാം. ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന്, പുള്ളി യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കും എന്നുള്ള ഇത്. അപ്പോൾ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പുള്ളി റെഡിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് എന്ത് ചാറ്റിൽ അവൾ ട്രസ്റ്റ് എങ്ങനെയാ വരുത്തണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന്. ആൻഡ് ഷീ ടോൾഡ് നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. ബട്ട് ഹി വാസ് ഓക്കെ ടു ഷെയർ ഹിസ് നമ്പർ. പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ്, നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇത്രയും പബ്ലിക്കലി ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കോ, ഒറിജിനലി നമ്പർ ഷെയർ ആക്കോ എന്ന് നമുക്ക് തോന്നും. ബട്ട് യെസ് ഹി ഷെയർഡ് ഹിസ് നമ്പർ. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു 2 മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ്. ഓക്കെ, നാലാമത്തെ ചാറ്റ് ഞാനിവിടെ നാലാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ. ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീസ് എ വെരി നോർമൽ ഗേൾ. അപ്പോൾ ബിസിനസ് പരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ബിഗ് ബോസിനകത്തായിരുന്നെങ്കിൽ അനുമോളുടെ പി ആർ ആണെന്നെങ്കിലും പറയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ഇപ്പം നടക്കുന്നത്. ഈ അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വൈഫ് ഉണ്ടായിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പിനകത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്. ഇതിൽ അബദ്ധമുണ്ടോ എന്ന് വെച്ചാൽ അബദ്ധമുണ്ട്. കാരണം അപ്പോൾ പരിചയപ്പെട്ട ഒരാൾക്ക് നമ്പർ ഒന്നും ഷെയർ ചെയ്യേണ്ട കാര്യം അക്ബർ ഖാനില്ല. കാരണം അത്തരം ബിഗ് ബോസിലൊക്കെ പോയൊരു വ്യക്തി, അല്ലെങ്കിൽ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പേ 4 ആൾ അറിയുന്ന വ്യക്തി, ഒരു സെലിബ്രിറ്റി, അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു ഡേറ്റിംഗ് ആപ്പിൽ സ്ത്രീകൾ മെസ്സേജ് അയക്കുമ്പോഴേക്കും അവർക്ക് നമ്പർ കൊടുക്കുക, അവരോട് മെസ്സേജ് അയക്കാൻ നിൽക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ആവശ്യം അയാൾക്കില്ല. അപ്പോൾ നമ്പറൊക്കെ കൈമാറിയ സ്ഥിതിക്ക് എന്താണെങ്കിലും അയാൾ ഒരു ശരിയായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു ആപ്പ്, ഡേറ്റിംഗ് ആപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇപ്പം വേറെ ആൾക്കാർ പറയും അത് നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ആളുകളായിട്ട് സോഷ്യലൈസ് ചെയ്ത് ഇടപഴകാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അങ്ങനെ പല മുടന്ന ന്യായങ്ങളും പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഡേറ്റിംഗ് ആപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരുടെ മുമ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, യൂട്യൂബിൽ അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഒന്നുകൂടെ കിട്ടും. ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തള്ളിക്കളയുന്നുമില്ല. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഷീ വെന്റ് ഇൻ ടു ഹിസ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്ന് അറിയണം എന്നില്ല. പുള്ളീനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്, പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോ ഹർ ഫോട്ടോ. അവളുടെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്കും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമിൽ. അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആൻഡ് ദെൻ ഷീ സെൻഡ് ദിസ് ലാസ്റ്റ് കോൺവെർസേഷൻ. അതായത് ഷീ സെഡ് എ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തു. ഇത് കണ്ടിട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ ഓൾ ഹി സെഡ് വാസ് താങ്ക് യു. അതായത് പുള്ളിക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ, പുള്ളി മാരീഡ് ആണെന്നോ അല്ലെങ്കിൽ പുള്ളിക്ക് ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, അതിലൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. ഹി വാസ് വെരി കാം. ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്തതിന് ഒരു താങ്ക് യു പറഞ്ഞിട്ട് പുള്ളി അവളെ റിമൂവ് ചെയ്തു, ടിൻഡറിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കി വിട്ടു. എന്താണെങ്കിലും ആപ്പിനകത്ത് ഡേറ്റ് ചെയ്യാൻ കയറിയ സ്ത്രീക്ക് നല്ല എത്തിക്സ് ഉള്ള ഒരു സ്ത്രീയാണ്. വിവാഹം കഴിഞ്ഞതാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ ബായ് പറഞ്ഞ് അതൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അറിയാം ഇങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുടുംബകലഹമാവും, നാളെ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു പക്ഷെ ചർച്ചയാവും. അതല്ലാണ്ട് തന്നെ ഈ സ്ത്രീ കൂടുതൽ മെസ്സേജ് അയച്ചിട്ട് അവർക്ക് ഫേമസ് ആവാനോ അല്ലെങ്കിൽ അക്ബർ ഖാനെ നാറ്റിക്കാനോ വേണ്ടിയിട്ട് അവരുമായിട്ട് കൂടുതൽ ചാറ്റുകളിലോട്ട് പോയി കണ്ടുമുട്ടി അങ്ങനെ ആയി. പിന്നെ അത് വന്ന് എക്സ്പോസ് ചെയ്ത് ഞാൻ അക്ബർ ഖാന്റെ കൂടെ ചാറ്റ് ചെയ്തു, ഞങ്ങൾ കോഫി ഷോപ്പ് പോയി, അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരനെ നാറ്റിക്കാൻ നിന്നിട്ടില്ല. അപ്പം നല്ല എത്തിക്സ് ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് എന്ന് പറയാം. ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പിലാണ് പണിയെന്നുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് എത്തിക്സ് ഉണ്ട്, അത് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അക്ബർ ഖാന്റെ കാര്യം പറയുകയാണെങ്കിൽ പരിചയമില്ലാത്തൊരു സ്ത്രീക്ക് നമ്പർ കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വൈഫുണ്ട്, നല്ല സുന്ദരിയായ ഒരു വൈഫുണ്ട്. അപ്പം പിന്നെ ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളെ പരിചയപ്പെട്ട് അവരുടെ കൂടെ കണ്ടും പരിചയപ്പെട്ടും വേണ്ടിയും സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പല ആൾക്കാരുടെ കമൻറ്റ് കണ്ടു, അനുമോൾ അവൻ്റെ നോട്ടം ശരിയല്ല എന്ന് അന്നേ പറഞ്ഞതാണ്, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇപ്പം എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യത്തിനോട് പ്രസക്തിയില്ല. അക്ബർ ഖാൻ മോശമായ രീതിയിലൊന്നും ഈ സ്ത്രീക്ക് ചാറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മോശം ചാറ്റ് കാണാത്ത പക്ഷം അയാളൊരു കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അയാൾ അതിനോട്ട് തുടക്കം കുറിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ. അതിനൊരു ഉദാഹരണമാണ് നമ്പർ കൈമാറിയ സംഭവം. ഇവിടെ
ഫസ്മിന സക്കീർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്പർ കിട്ടിയല്ലോ. അപ്പോൾ ഈ സ്ത്രീ ഫസ്മിനയ്ക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. ഫസ്മിന ആ നമ്പർ ഉപയോഗിച്ചിട്ട് അയാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ അയാൾ സീൻ ചെയ്തിട്ട് പിന്നെ അതിന് റിപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതും കൂടെ ഒന്ന് കേൾക്കാം. ഫസ്റ്റത്തെ ടെക്സ്റ്റാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു അക്ബർ അല്ലേ, ബിഗ് ബോസിൽ നിന്നിട്ടുള്ള അക്ബർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴും പുള്ളി കൺഫേം ചെയ്തിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് മുട്ടൻ കോമഡി സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ചോദിക്കാൻ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ അല്ലേ കുറച്ച് മുന്നേ തനിക്ക് നമ്പർ തന്നതെന്ന്. അതായത് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി വിചാരിച്ചത് ടിൻഡർ വഴി പരിചയപ്പെട്ടത് എനിക്കാണ് പുള്ളി നമ്പർ ഷെയർ ചെയ്തതെന്ന്. ഓ മൈ ഗോഡ്, എന്താ പറയുക, ഒന്നും പറയാനില്ല എനിക്ക് ആ കാര്യത്തിൽ. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു, ഞാൻ ആ ആളല്ല. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈല്, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഐ എക്സ്പോസ് പീപ്പിൾ. അതായത് പുള്ളിയുടെ അടക്കം കേട്ടിട്ടില്ല. പുള്ളി ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഐ എക്സ്പോസ് പീപ്പിൾ. പുള്ളിക്കാരന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചത് പുള്ളി തന്നെയാണ് കൺഫേം ആയ സ്ഥിതിക്ക് നമ്പർ കൊടുത്തത് അയാൾ തന്നെയാണ്. അപ്പോൾ ആ ടിൻഡറിലെ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത് അയാൾ തന്നെയാണ്. ഇപ്പോൾ ഈ സ്ത്രീയോടല്ലാതെ മറ്റേതൊക്കെ സ്ത്രീകളായിട്ടുള്ള ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അയാൾ ചാറ്റ് ചെയ്ത സ്ത്രീകൾക്കും അറിയാം, ആരൊക്കെ കണ്ടു, പരിചയപ്പെട്ടു, ആരുടെ കൂടെ ഡേറ്റ് ചെയ്തു, ആരെ കൂടെ ചാറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അക്ബർ ഖാനും അയാളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം അറിയാം. അതുകൊണ്ട് നമ്മൾ അതിൽ കയറി പരതാൻ വേണ്ടി നിൽക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിവാഹം കഴിഞ്ഞ ആളുകളോ പാർട്ട്ണറുള്ള ആളുകളോ ഇങ്ങനെയുള്ള ആപ്പുകളിൽ കയറിയിട്ട് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ കൂടെ അവിടെ പോവുക, ഡേറ്റ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, ചായ കുടിക്കാൻ പോവുക, റൂം എടുക്കുക, ഈ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാനത് സ്ട്രോങ്ലി എതിർക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഈ ഡേറ്റിംഗ് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ ഒരു വീഡിയോ കാണിച്ചായിരുന്നു ഒരു സ്ത്രീൻ്റെ. ആ സ്ത്രീൻ്റെ വിഷയത്തിലോട്ട് ഒന്ന് പോവാം. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട കൊൽക്കത്ത സ്വദേശിനിയെ കൊച്ചിയിലെത്തിച്ച് കവർച്ചക്കിരയാക്കിയ ശേഷം കശ്മീർ സ്വദേശി മുങ്ങി. ആലുവയിലെ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനെതിരെ കേസെടുത്തെങ്കിലും ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. യുവാവിനെ വിശ്വസിച്ച് കൊച്ചിയിലെത്തിയ 23-കാരി പെരുവഴിയിലായി. I just want to know what was my mistake that he put me through all these planfully. He had relationship with multiple women. He had lived with multiple women. പെണ്ണുങ്ങളെ അയാൾ കൊല്ലാതെ വിട്ട് തന്നെ ഭാഗ്യം. സാധനങ്ങളൊക്കെ കവർന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് തീരെ ബോധമില്ല. ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു പരിചയമില്ലാണ്ട് എവിടെയോ കിടക്കുന്ന ഒരു ആണുങ്ങളെ കാണുന്നു, പരിചയപ്പെടുന്നു, പിന്നെ അവൻ്റെ കൂടെ പോകുന്നു, ഡേറ്റ് ചെയ്യുന്നു, അവനെ കൊണ്ട് ചതിക്കപ്പെടുന്നു, പിന്നെ മീഡിയയ്ക്ക് മുന്നിലൊന്നും ഇരുന്ന് കരയുന്നു. ഓക്കെ, അപ്പൊ കേട്ടല്ലോ. ഇനി ഇതേമാതിരി എത്ര ആൾക്കാർ ഡേറ്റിംഗ് ആപ്പ് വഴി ചതിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആൾക്കാർ മീഡിയയ്ക്ക് മുമ്പിൽ ഒന്ന് വാ തുറന്നാൽ മാത്രമേ കാര്യങ്ങളാണ്. ചില ആൾക്കാർ കിട്ടിയത് വാങ്ങി അക്ഷത്ത് വെച്ച് മിണ്ടാതിരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുന്നുണ്ടാവും. അപ്പൊ എത്ര പേര് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആരും ഇങ്ങനെയുള്ള ആപ്പിലും കോപ്പിലും പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉപദേശമായി കണ്ട ഒരു അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. അപ്പം മറ്റൊരു വീട്ടിൽ കാണുന്നതുവരെ ബൈ.